കുറെ പെണ്ണുങ്ങൾ അവിടെയും ഇവിടെയുമൊക്കെ തുറന്നിട്ട് ഒരൊറ്റ ഇറക്കമാണ്. മഅദല്ലാഹ്. പള്ളികളിൽ പോയിട്ട് ആളുകളെ ഇസ്ലാമിനെ ആക്ഷേപിക്കുവാൻ കുറെ ഉമറാക്കന്മാര് അനാചാരവും കൊട്ടും മേളയും വാദ്യമേളയും നടത്തിയിട്ട് മഹാന്മാരുടെ സിയാറത്തിനോട് അനുബന്ധിച്ച് അനാചാരങ്ങൾ നടത്തുന്ന കാക്കമാരൊക്കെ അത് അവസാനിപ്പിക്കണം. അതുപോലെ ഉമ്മമാര് സഹോദരിമാര് ഏർവാടി മുത്തുപ്പേട്ട എന്ന് പറഞ്ഞിട്ട് ആണും പെണ്ണും കൂടെ മിശ്രിതമായി സിയാറത്ത് ടൂർ നടത്താൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യാം, പക്ഷേ പൂർണ്ണമായും ഔറത്ത് മറച്ചിട്ടല്ലാതെ പോകാൻ പാടില്ല. അങ്ങനെ പോകുന്നവരോട്, ഔറത്ത് മറക്കാതെ പോകുന്നവരോട് ഔലിയാക്കന്മാർക്ക് സ്നേഹമില്ല, അമ്പിയാക്കന്മാർക്ക് ഇഷ്ടമില്ല, സ്വാലിഹീങ്ങൾ പരിഗണിക്കുകയില്ല. കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറൊരുക്കിയത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. തൊട്ടടുത്തു തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കിടത്തി. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന സംനിവേദനമാണ്. കുന്തു അദ്ഖുലു ബൈനല്ലദീ ഫീഹി റസൂലുൽ ബൈത്തിൽ കുന്തു അദ്ഖുലു ബൈത്തല്ലദീ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിടത്തിയ വീട്ടിലേക്ക്, അഥവാ ഖബറുള്ള വീട്ടിലേക്ക് ഞാൻ പോകും. ഞാൻ എന്റെ വസ്ത്രം പൂർണ്ണമായും സൂക്ഷ്മമായി മറച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല. കാരണം എന്താ? വഖൂലു ഇന്നമാ ഹുവ സൗജി വ അബീ. ഒന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്ന എന്റെ വാപ്പാന്റെ ഖബറാണ്, ഒന്ന് എന്റെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറാണ്. ജീവിതകാലത്ത് ഔറത്ത് വരെ കണ്ടാൽ പ്രശ്നമില്ലാത്തവരും അതുപോലെ തന്നെ ജീവിതകാലത്ത് കാണാനും തൊടാനും പറ്റുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അതാ റസൂലുള്ളാഹി തങ്ങളെന്ന ഭർത്താവും സിദ്ദീഖുൽ അക്ബർ തങ്ങളെന്ന വാപ്പയും മാത്രം അവിടെ ഖബറടക്കപ്പെട്ട സമയത്ത് ഞാൻ എന്റെ വസ്ത്രം ഒരു മൂടി പോലും കാണാത്ത രൂപത്തിൽ സൂക്ഷ്മമായി മറച്ചിട്ടുണ്ടോ എന്ന് നോക്കാറില്ല. പക്ഷേ അന്യപുരുഷനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അവിടെ ഖബറടക്കിയതിനു ശേഷം ഞാൻ അങ്ങോട്ട് കടന്നിട്ടില്ല. ഇല്ല വഅന മഷ്ദൂദാ. നല്ലതുപോലെ വസ്ത്രം കെട്ടി ഒരുക്കിയിട്ടല്ലാതെ ഹയാഅൻ മിൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അന്യപുരുഷനാണെന്ന കാരണത്താൽ